ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടും ഇരിക്കുക കേട്ടോ. ഇപ്പം സമയം രാവിലെ 5 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ റെഡിയൊക്കെ ആയിരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ഇത് എവിടെ പോയി 5 മണിക്കെന്നേ. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയും. ഇന്ന് ഏപ്രിൽ 17. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആട്ടോ. ഞങ്ങളുടെ 3 വർഷം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ഈ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 3 വർഷം കറക്റ്റ് പൂർത്തിയായി. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിൽ എക്സൈറ്റ്മെൻറ്റിലേക്ക് ഞാൻ ഇരിക്കുക കേട്ടോ. അപ്പം രാവിലെ എനിക്കൊരു കോള് വന്നു 5 മണിയൊക്കെ ആയപ്പോൾ. ഇപ്പം 5 മണി കഴിഞ്ഞു കേട്ടോ, 5:30 ആയി കാണും. അപ്പം 5 മണിയൊക്കെ ആയപ്പോൾ എനിക്കൊരു കോള് വന്നു. അപ്പം ഞാൻ വെച്ച് എന്താണെന്ന് വെച്ചാൽ എടുത്ത് നോക്കിയപ്പോൾ ഏട്ടൻ്റെ കോളാണ്. അപ്പോൾ എടുത്തപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് റെഡി ആയിക്കോ, ഒരു 3/4 മണിക്കൂർ കൊണ്ട് റെഡി ആയിക്കോ, നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന്. ഞാൻ വെച്ചാൽ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, അത് പിന്നെ പറയാമെന്ന് പറഞ്ഞു. എയർപോർട്ടിലാണ് പോകുന്നത്. അപ്പം എവിടെയോ ഇച്ചിരി ദൂരെ എവിടെയോ കറങ്ങാൻ പോകാമെന്ന് മനസ്സിലായി. ഒരു 3-4 ദിവസത്തേക്കുള്ള നല്ല ഡ്രസ്സും പാക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഇനി കേൾക്കേണ്ട കേൾക്കാത്ത പെട്ടെന്ന് ഞാൻ റെഡിയായി. ഇത് ഏട്ടൻ ഇപ്പോൾ ഡ്യൂട്ടിക്ക് ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ പെട്ടെന്ന് റെഡി ആവുക. ഇപ്പം ഇറങ്ങണം കേട്ടോ, ഒരു 1/2 മണിക്കൂറിനുള്ളിൽ ഇറങ്ങണം. ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും അറിയാൻ പറ്റും. നമുക്ക് എവിടെ പോകുന്നതെന്ന് നോക്കാം. ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. അതിനേക്കാൾ ഉപരി ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സന്തോഷം. ഞാൻ പക്ഷേ ഇന്ന് കേക്കൊക്കെ കേക്കല്ല, ഒരു പുഡിങ് പോലെ കേക്ക് തന്നെ, എന്നാൽ നമുക്ക് ഇങ്ങനെ കുക്കൊന്നും ചെയ്യാത്ത രീതിയിൽ ചീസ് കേക്ക് തന്നെ കുക്ക് ചെയ്യാത്ത രീതിയിലൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച ദിവസം, പക്ഷെ നടന്നില്ല. കുഴപ്പമില്ല, നമുക്കിപ്പോൾ യാത്ര പോകുമല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏട്ടൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ രാവിലെയാണ് അറിഞ്ഞത്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് കുറച്ച് ദിവസത്തെ എനിക്ക് ലഗേജ് പാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം നാട്ടിൽ നിന്ന് വന്നതായിട്ട് അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ തന്നെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ടാക്സി വിളിച്ചിട്ടാട്ടോ പോകുന്നത്. നമ്മുടെ ബിൽഡിങ്ങിന് താഴെ ടാക്സി വന്നു. അപ്പം നമ്മൾ ടാക്സി അതിൽ പോവുക എയർപോർട്ടിലേക്ക്. ഇതേ ദിവസം തന്നെ കേട്ടോ എൻ്റെ ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി വരുന്നത്. ഗൈസ്, ഞങ്ങൾ എയർപോർട്ടിലെത്തി. എവിടോട്ടാണ് ജീവ പോകുന്നത്? ബാലി, ഇന്തോനേഷ്യ, ബാലി. അപ്പോൾ ഞങ്ങൾ ഇനി അകത്തോട്ട് ചെക്കിങ്ങിനൊക്കെ കയറാൻ പോവാം കേട്ടോ. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് പറയാം ബാക്കി. ലോഞ്ചിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാം. അത് പൊട്ടാറ്റോയാ, മഷ്റൂമും മുട്ടയും കൂടെ ഒന്നിച്ചിടും, ഇവര് സെപ്പറേറ്റ് ഇടും. നമ്മളപ്പോൾ ബാലിയിലാട്ടോ, ഇന്തോനേഷ്യ ബാലിയിലാണ് പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. പക്ഷേ ആൾക്കാർ 4 വർഷം ഇരുന്ന് ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഇവിടുന്ന് ഒരു 7-8 മണിക്കൂർ യാത്രയുണ്ട്. അവിടുത്തെ ടൈമിൽ രാത്രി 10:30 നമ്മൾ അവിടെ എത്തത്തുള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ആകാശത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ ഈ ഡേ ഫുള്ള് ആകാശത്തായിരിക്കും. ഇവിടുത്തെ ടൈം വെച്ച് നോക്കുമ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ നമ്മളെത്തും. പക്ഷേ ഇന്തോനേഷ്യൻ ടൈം വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ രാത്രി 10 മണിയൊക്കെ ആവും കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഫ്ലൈറ്റിൽ എൻ്റെ ഒരു ഏത് സെലിബ്രേഷൻ, ഇപ്പോൾ ബർത്ത്ഡേ ആണെങ്കിലും ശരി ഏതാണെങ്കിലും ശരി, ഫസ്റ്റ് ടൈം ആട്ടോ ഫ്ലൈറ്റിൽ വെച്ചിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഒന്നുമില്ല, അവിടെ പോയി കിടന്ന് ഉറങ്ങും, അതൊക്കെ ഉള്ളൂ. എന്നാലും ഒരു സന്തോഷം. അപ്പോൾ എനിക്ക് ആ എക്സൈറ്റ്മെൻറ്റ് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ ഞാൻ സംസാരിക്കുന്ന 4 വശത്തുള്ള ആൾക്കാർ, എനിക്കറിയില്ല ഇത് ക്ലിയർ ആണോ എന്ന് പോലും. കാരണം ഞാൻ മൈക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പം ലോഞ്ചിൽ ഫുഡ് കഴിച്ചു. ഇനി ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ ഫുഡ് ഉണ്ട് എന്തായാലും. ഞങ്ങൾ ലൈറ്റായിട്ട് കഴിച്ചു. എനിക്ക് ടാബ്ലറ്റ് ഒക്കെ എടുക്കേണ്ടതായിരുന്നു, വൈറ്റമിൻസിൻ്റെ ഒക്കെ. ഞാൻ വെച്ച് രാവിലെ ഫുഡ് കഴിക്കാമെന്ന് കഴിച്ചു. പിന്നെ ഏറെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതും അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 10-15 മിനിറ്റുള്ളിൽ ഫ്ലൈറ്റിലോട്ട് കയറും കേട്ടോ. പിന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഞങ്ങൾ ബാലിക്ക് പോണ് ഗൈസ്. ഇതെന്തൊരാളാണ്, ഇവരെല്ലാം ഫോനാണ്.
ആണ് എന്തൊരു ആള്. ഞാൻ എൻ്റെ എടുക്കുന്നു. ഓ വേണ്ട, നീ പെട്ടു പിടിച്ച. കുറേ നാളിന് ശേഷം എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വിൻഡോ സീറ്റ് വിൻഡോ സീറ്റിന് മാത്രമല്ല, എല്ലാത്തിനും വിൻഡോ സീറ്റ് ഉണ്ട്. നന്ദി മാത്രമല്ല, ഉമ്മയുണ്ട്. അയ്യോ, എനിക്കത് വേണമായിരുന്നു. ഞങ്ങൾ ആനിവേഴ്സറി അടിച്ചു പൊളിക്കാൻ വേണ്ടി വരുണപാലിലോട്ട് പോകും. വരുണപാലി അങ്ങനെയാണ് എൻ്റെ പേര്. എനിക്കിതൊന്നും അറിയത്തില്ല. എന്നെ വിളിച്ചു, ഞാൻ കൂടെ പോന്നു. ഇല്ല, എന്നെ വിളിച്ചു, എന്നോട് ഒന്ന് റെഡി ആയിക്കണം. അങ്ങനെ ഞാൻ റെഡിയായി. അതിനപ്പുറം എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ എവിടെ വിളിച്ചാലും ആര് വിളിച്ചാലും പോകത്തില്ല. വിളിക്കേണ്ടവര് വിളിച്ചപ്പോ അറ വച്ചേ. എനിക്ക് ഞാനും പറഞ്ഞില്ല. അവിടെ ചെല്ലുമ്പോ ചൂടാണോ തണുപ്പാണോ എന്തോന്ന് അറിയില്ല. ചൂടാന്ന് ഞാൻ ചൂടിനുള്ള തണുപ്പിനുള്ള കേരളം പോലെ അല്ലേ. ആയിക്കോട്ടെ, വിടുന്നുണ്ട്. ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫുള്ളല്ലേ. നല്ലതായിട്ട് ടൂറിസ്റ്റ് പോകാറുണ്ട്. കേരളം പോലെ ഉണ്ടോ അല്ലേ? ഓൾമോസ്റ്റ് കേരളം പോലെ. എല്ലാരും പറഞ്ഞു. My name is Karthik Krishnami. I'm from India. With me the cockpit my colleague Professor Matthew Rolling from South Africa. We have an extra set of crew will be assisting us. Captain Greg Hellman from the base here. You can also call the Professor Price. Matthew will be flying us today to Bali and should get back with some further details regarding the weather and traffic information just prior to our descent. So then sit back, relax, and enjoy the flight. Thank you. നമ്മുടെ ആളാ എന്തോ കൃഷ്ണ വരും. അപ്പോൾ ശരി, എനിക്ക് നല്ല ഉറക്കം വേണ്ട. സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. ഫുഡ് വരുമ്പോൾ എഴുതില്ല. ബൈ ബൈ ബൈ. നമുക്ക് ബാഗ്സ് ഒക്കെ കിട്ടിയിട്ട് നല്ല സ്ഥലം. ഇത് പേപ്പറാണോ അവിടെ? അയ്യേ, പറ്റിച്ചു. ഇല്ല, തന്നെ തുറന്ന് ഞാൻ വീട്ടിൽ എടുക്കരുത്. നേരെ ബാൻഡേജ് കണ്ണടയ്ക്കുന്നതായിരിക്കും. ഓ, ഇത്രയും ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ടായിരുന്നു. ഇയർ പ്ലഗ് ഉണ്ട്, കണ്ണടയ്ക്കുന്നുണ്ടാവും. പല സെറ്ററിന് പല. നമ്മുടെ നാട്ടിലോട്ടൊന്നും പോകുമ്പോൾ ഒന്നും കൊടുക്കത്തില്ല. നമ്മള് തായ്ലാൻഡിൽ ഇത്ര ദൂരം പോയിട്ട് ഇത് കണ്ണ് അടയ്ക്കുന്നത് ഇതെന്തുവാ? റീസൈക്കിൾ മെറ്റീരിയൽ. സോക്സ്. ഓക്കെ, ഇത് ഇയർ പ്ലഗ്. വൈൽഡ് ലൈഫിന്റെ പ്രൊട്ടക്ഷൻ. പിന്നെ ബ്രഷും പേസ്റ്റും ഉണ്ട്. പല്ലിയേക്കാത്ത ജീവന്, പല്ലിയേക്കാത്ത ജീവന്. ഓ, ഇത് മറ്റേ ഇതാ തടിയല്ല, ഇത് പ്ലാസ്റ്റിക്കാ. റീയൂസബിൾ പ്ലാസ്റ്റിക്. അപ്പൊ പല്ലിയൊക്കെ ബ്രഷായി. പേസ്റ്റ് കൊള്ളാമല്ലോ. ഞാൻ വെച്ച് എമിറേറ്റ്സ് എഴുതിയേക്കുന്നത്. ഇല്ലേ, ഇതൊക്കെ ഇവരുടെ പരസ്യമാണ്. ഈ കമ്പനിക്കാർ ഇതൊക്കെ നല്ല കമ്പനിയുടെ ഇതാണ്. അവരുടെ ബ്രാൻഡ് ഇത് കൂട്ടാൻ വേണ്ടി ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ട. ഞാൻ വിചാരിച്ചു ഇത് കുഴപ്പമില്ല, പക്ഷെ ഇത് പേപ്പറാ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതെ, റിയൂസബിൾ പേപ്പറാ. പ്ലാസ്റ്റിക് അല്ല, റിയൂസബിൾ പേപ്പറാ. സിബൊക്കെ ആയിട്ട് സംഭവം കൊള്ളാം. ഇതുവരെ എനിക്ക് ഫസ്റ്റ് ടൈം എങ്ങനെ കിട്ടുന്നു. നമ്മൾ തായ്ലൻഡിൽ പോയപ്പോൾ 8 മണിക്കൂർ ഉണ്ടായിരുന്നല്ലോ. തായ്ലാൻഡിൽ 7 മണിക്കൂർ ഉണ്ടായിരുന്നു. ഓ,
ഓ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തുമായിരുന്നു ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ എന്തായാലും ആലു എന്തോ സംഭവമായിരുന്നു. പക്ഷേ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിനൊക്കെ കേട്ടോ. പിന്നെ പറാത്തയൊക്കെ ആയിരുന്നു തോന്നുന്നു, ആലുവും പിന്നെ ആലുവിൻ്റെ തന്നെ ആലുവും മട്ടറും കൂടെ ഉള്ള കറിയൊക്കെ ആയിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജീവന് സ്പിനാച്ചോ അതല്ല എഗ്ഗോ ഏതാണ്ടായിരുന്നേ. അത് സ്പിനാച്ച്. ജീവന്റെ ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. അഞ്ജലി ആനന്ദ് തമ്മിലുള്ള സെയിം. നൈസ്. അങ്ങനെ കുറച്ചൊന്ന് ഇരുട്ടാവാറൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ലഞ്ച് വന്നത് ഒരു 4:30-5 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ലഞ്ച് ഞാൻ ഇന്ത്യൻ മീലാട്ടോ എല്ലാം ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്ക് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വെജിറ്റേറിയൻസിന് പ്രീ ബുക്ക് ചെയ്യണം, അതുകൊണ്ടാട്ടോ ഇങ്ങനെ പേരൊക്കെ എഴുതി വന്നത്. അപ്പോൾ എന്താ റൈസൊക്കെ നല്ലതായിരുന്നു അതും. അങ്ങനെ രാത്രിയായി, നമ്മളവിടെ എത്താറും ഒക്കെ ആയിട്ടുണ്ട്. Finally, we reached in ബാലി. പക്ഷേ ഈ എയർപോർട്ടിൻ്റെ പേര് വേറെ ഏതാണ്ടല്ലേ? ഏതാണ്ട് വേറെ എന്തൊരു പേരാ പറയുന്നത്, വായിക്കൊള്ളാത്തൊരു പേര്. എന്തായാലും നമ്മൾ കുഴപ്പമില്ലാതെ എത്തി. ഇവിടുത്തെ സമയം രാത്രി 10:30 ആയിട്ടുണ്ട്. നാട്ടിലിപ്പോൾ 8 മണിയൊക്കെ ആയി കാണും അല്ലേ? UAE ടൈം ഒരു 6:30 ഒക്കെ ആയി കാണും. പിന്നെ ഇവിടുത്തെ കുറച്ച് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിലോട്ട് പോകും. ഇവിടെ കയറാം. ബോർഡ് നോക്കണോ? ഇവിടെ പേര് നോക്കിയാൽ മതി. കണ്ടോ എവിടെ എവിടെ? അങ്ങനെ നമ്മൾ റിസോർട്ടിലേക്ക് പോവാട്ടോ. ഹോളിഡേ ഇൻ റിസോർട്ട് എന്ന് പറഞ്ഞിടത്താട്ടോ നമ്മൾ താമസിക്കുന്നത്. എയർപോർട്ടിന് അടുത്ത് തന്നെയാട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആളെ വിട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ പിക്ക് ചെയ്തു. പുള്ളി വണ്ടി എടുക്കാൻ വേണ്ടി പോയി. നല്ല രസമാട്ടോ അവിടുത്തെ എയർപോർട്ടും ഒക്കെ. അവരുടെ കൾച്ചർ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അകത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തില്ല. നമ്മളതിൻ്റെ വെളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളി നമ്മളെ അവിടെ നിർത്തിയിട്ട് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ നേരെ റിസോർട്ടിലോട്ട് പോവാണ്. രാത്രി ഏകദേശം ഒരു 10:30 സമയമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 8 മണിക്കൂർ, 8 ഒരു 9.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടത്തേക്ക്. ഹലോ. അങ്ങനെ
നമ്മൾ ബാലിയിൽ ഹോളിഡേ ഉള്ളിൽ വന്നേക്കും കേട്ടോ. ഫ്രണ്ട് നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് അകത്ത് പോയിട്ട് എങ്ങനെയൊക്കെയാണെന്നറിയാം. എന്തായാലും പെട്ടെന്നൊക്കെ അകത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്തായാലും പെട്ടെന്ന് തന്നെ എത്തി. നമ്മൾ എയർപോർട്ടിന് അടുത്തുള്ളത് തന്നെ കേട്ടോ എടുത്തത്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് റൂമിന് വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരത് തരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്താ ഇവിടെ നിനക്ക് തരാം. ഇത് റിസോർട്ടല്ലേ? നമ്മുടെ നാട്ടിലെ മുമ്പിൽ നിന്ന് മാറണം ജീവ. Third floor. Okay. ഒത്തിരി നടക്കാനുള്ളത്. താഴെ താമരക്കുളമുണ്ട്. താമരക്കുളം ഞാൻ വരുന്ന വഴി ഇപ്പം കണ്ട്. നൈസ്. ഹലോ. Thank you. Good night. Oh my god. Happy anniversary. Jeev Dase. A successful marriage requires falling in the love many times, always with the same person. ഓഹോ, നിനക്ക് മാറ്റോദ്ദേശം ഉണ്ടോ തന്നെ? അയ്യോ, ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ. എല്ലാം അടച്ചു പൂട്ടുന്നു. ജീവ വീഡിയോ എടുക്കുമ്പോഴാ ചിലപ്പോ അതിനകത്ത് കാണുമായിരിക്കും. എല്ലാം അടച്ചു കൂട്ടിയത് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നേ? രാവിലെ എന്നെ കാണിക്കാം. ഇവിടെ എന്തോ ഉണ്ട്. ഇവനെല്ലാം അടച്ചു കൂട്ടിയത് എനിക്ക് ഓപ്പൺ എത്ര ഉള്ളായിരുന്നു. തുറന്നു പറ്റുന്നത്. ലൈറ്റ് ഇല്ല. ഗാർഡൻ വ്യൂ എന്ന് പറഞ്ഞോ. ഇതാണോ ഗാർഡൻ? രാവിലെ കാണിച്ചിടാം ഗാർഡൻ വ്യൂ ഒക്കെ. ലൈറ്റ് ഇല്ല. 3 days ഇവിടെ തന്നെ അല്ലേ? അല്ല ഞാൻ നല്ല റൂമാ. പ്ലീസ് ചെക്ക് ദ ഫ്രിഡ്ജ് ഫോർ ദ ലിറ്റിൽ ഗിഫ്റ്റ്. ഏതാണോ ഫ്രിഡ്ജ്? ഇവിടെ ഇതാണോ? ഇത് ഫ്രിഡ്ജ് അല്ലല്ലോ. ഇതാ ഫ്രിഡ്ജ്. ഇതാ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിനകത്ത് കേക്ക്. കുട്ടി കേക്ക്. താങ്ക് യു സോ മച്ച്. ആനിവേഴ്സറി കഴിയുന്നതിന് മുമ്പ് വാ മുറിക്കാം. നല്ലത് കഴിക്കാം. ഇല്ല, ഇവിടെ 12 മണി ആയില്ല. നാട്ടിലത്തെ സമയം വെച്ച് നോക്കുമ്പോഴും ആയിട്ടില്ല. നമ്മൾക്ക് ഒരു കേക്ക് ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് വെച്ചിരുന്നല്ലേ? ആനിവേഴ്സറി കേക്ക്. ഹാപ്പി ആനിവേഴ്സറി. കൊച്ചുകളും ഇങ്ങനൊക്കെ ഇങ്ങോട്ട് നീങ്ങിരുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അടിപൊളി കേൾക്കും.
ഡാർക്ക് ചോക്ലേറ്റ് ആണ്, ചെറിയ കയ്പുണ്ടേ, പക്ഷെ എനിക്കിഷ്ടം. നല്ല കേട്ടോ, അടിപൊളി കേക്ക്. കേക്ക് മുറിച്ചില്ലെന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. അയ്യോ, അത് കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പറയൂ. ഇരിക്കൂ, കേക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു ഈ 3 വർഷം എന്റെ കൂടെ? പറയൂ, മുറുക്ക പറ. 3 വർഷം ഇങ്ങനെ പോയി. മുറുക്ക പറ. 3 വർഷം നല്ലതായിട്ടൊക്കെ പോയി. എന്നിട്ട് അങ്ങനെ ഞങ്ങളുടെ 3rd വെഡിങ് ആനിവേഴ്സറി ആണ്. കേക്ക് സ്ട്രോബെറി ഇത് ആക്ച്വലി കേക്ക് മൂസ് ആണെന്ന് തോന്നുന്നു. ഇത് കേക്ക് അല്ല, ആക്ച്വലി മൂസ് ഉണ്ടല്ലോ. എന്റെ വായന്ന് വെള്ളമൊക്കെ വരുന്നു. നല്ല രുചിയുണ്ട്. എന്നുവെച്ചാ ലൈക്ക് നമ്മുടെ ഐസ്ക്രീം പോലത്തെ കേക്ക് അല്ലേ, മൂസ്. മൂസ് എന്നാണ് തോന്നുന്നു പറയുന്നത്. കറക്റ്റ് ആണോന്ന് എനിക്കറിയത്തില്ല. മൂസ് അങ്ങനെ സംഭവം ഉണ്ട്. കേക്കല്ല, കേക്ക് മൂസ് എന്ന് പറയും. ചോക്ലേറ്റ് പോലത്തെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ. ഞങ്ങള് ബാലിയിലെത്തി. വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് എനിക്കൊരു ബാലി ട്രിപ്പ്. അതെ, ഞാൻ മിണ്ടുന്നലാക്കി മതി, കഴിച്ചാൽ മതി. എനിക്ക് മഞ്ഞ വേണ്ട, അല്ല പിങ്ക് വേണ്ട. നേരെ ഇരി. അപ്പൊ എന്റെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിരുന്നു ബാലി യാത്ര. അതിന് താങ്ക് യു. ഞാൻ ഇതും ഞാൻ പ്രതീക്ഷിച്ചിട്ട് ബാലി യാത്ര അത് ഈസി ഉണ്ടാക്കാൻ. ഇല്ല, ഒരു വൈൻഡപ്പ് പറ. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ്. ടയേർഡായി. കഴിച്ചിട്ട് ഇനിയൊന്നും കഴിച്ചിട്ടാ വന്നത്. റെസ്റ്റ് എടുക്കാൻ പോവാം. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വന്നു ഉറങ്ങിയിട്ടേ. ജീവൻ സാധാരണ ഫ്ലൈറ്റിൽ ഉറങ്ങുന്നല്ലേ, ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ എനിക്ക് ഇത്രയൊക്കെ ഗിഫ്റ്റ് തരുമ്പോ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇത് ചെറിയ ഗിഫ്റ്റ്, എനിക്ക് വലിയ ഗിഫ്റ്റ് എന്തെങ്കിലും ഇഷ്ടപ്പെടുവോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. കൊള്ളാലോ, വെറൈറ്റി ഷർട്ടാണല്ലോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിനക്കൊന്നും ഞാൻ മേടിച്ചു തന്നില്ല അല്ലേ? ഇത്രയും ചെയ്ത് തന്നിട്ട് ഇനി മേടിച്ച് തന്നില്ലെന്നോ? ഞാൻ മേടിച്ച് തന്നില്ല, പക്ഷെ ഞാൻ മേടിക്കുന്നതിനൊക്കെ പൈസ കൊടുക്കുന്ന ആളാ. ഇട്ടൊന്ന് നോക്കിയാ, അന്ന് ഇട്ട് കാണട്ടെ, അത് കാണട്ടെ. നാളെ രാവിലെ ഇല്ല, ഇട്ട് കാണട്ടെ. എത്ര ആഗ്രഹത്തോടെ നിന്റെ അതാ പേടി. 40 ആണ്. അയ്യോ, കൈ ടൈറ്റാണോ? കൊള്ളാവോ? ലെങ്തോ? ഞാന് മോന്റെ അവിടെ നിന്ന് ഷർട്ടിന്റെ ഒക്കെ എടുത്തോണ്ട് വന്നു. എനിക്ക് അറിയത്തില്ല, ചേർന്നില്ല. തിരിച്ചു കൊടുക്കാൻ ഒരു നിർവാഹവും ഇല്ല. ആ വണ്ണം കുറയ്ക്കേണ്ടി വരും. അല്ലെ പിന്നെ ഞാനിപ്പോ 2 ദിവസം കൂടെ വണ്ണം കൂടിയാണ്. ചെസ്റ്റിന്റെ അവിടെ ചെറിയ പിടുത്തമുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ കറക്റ്റല്ല ബാക്കൊക്കെ. എനിക്ക് കുഴപ്പം തോന്നില്ല, ഇരുന്നവർക്കല്ലേ അറിയുള്ളൂ. കുഴപ്പമില്ല. ലെങ്ത് ഒരു ഉദ്ദേശം അത്ര ശരിയല്ലേ? ഉദ്ദേശം അത്ര ഒരു ഭംഗി എനിക്ക് തോന്നിയില്ല. നോക്കട്ടെ, എനിക്ക് ഷർട്ടിന് ലെങ്ത് ഇച്ചിരി കുറയണമായിരുന്നു. ഒരു പൊടിക്ക് കുറഞ്ഞായിരുന്നു, നല്ലായിരുന്നു.
സാരമില്ല, ഇടയ്ക്കൊക്കെ ഇടാം. അതെനിക്ക് ജീവനെ ഇതുപോലെ ഷർട്ടൊക്കെ മേടിച്ചോണ്ട് വരാൻ പേടി. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, ഇവിടൊക്കെ ഇടാം. ഇതിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് കിടക്കും. ഇനിയൊക്കെ രാവിലെ ഞാൻ ചവിട്ടി എറിയല്ലേ, ഞാൻ മാറ്റാം. ഗൈസ്, അപ്പം ഞങ്ങളിതേ ഉറങ്ങാൻ പോവാട്ടോ. നല്ല ക്ഷീണമായി, ഡ്രസ്സൊക്കെ മാറി മേലൊക്കെ കഴുകി ഉറങ്ങാൻ പോവാട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി പെട്ടെന്ന് തന്നെ ബാലിയിലെ ഓരോ കാഴ്ചകളൊക്കെ ആയിട്ട് പുറകെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.